നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. 2024 ചോതി നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ സഹായം കൂടാതെ സ്വന്തമായി കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന സ്വഭാവക്കാരാണ് ചോതി നാളുകാർ. ഇവർ മറ്റുള്ളവരോട് ദയയുള്ളവരും പ്രവൃത്തികളിൽ അങ്ങേയറ്റം സത്യസന്ധത പുലർത്തുന്നവരുമാണ്. ഏറ്റെടുക്കുന്ന ഏത് പ്രവൃത്തിയും അങ്ങേയറ്റം നീതിബോധത്തോടെയും കർത്തവ്യബോധത്തോടെയും ഉത്തരവാദിത്തത്തോടെയും മാത്രമേ ഇവർ പൂർത്തിയാക്കുകയുള്ളൂ. അത്ഭുതകരമായ നിരീക്ഷണ പാടവവും വിവേകവുമുള്ള ചോതി നാളുകാർ ഏത് കാര്യവും അനായാസേന ചെയ്തു തീർക്കുവാൻ കഴിവുള്ളവരുമാണ്. തുലാം രാശിയിലാണ് ഇവരുടെ ജനനം. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി കണ്ട് സൂക്ഷ്മമായി വിലയിരുത്തുക എന്നത് ചോതി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. ചോതി നക്ഷത്രം ജനിച്ചവർക്ക് ചോറിന് ബുദ്ധിമുട്ടില്ല എന്നൊരു ചൊല്ലുണ്ട്. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം കൃത്യത വരുത്തി സത്യസന്ധതയോടെയും ഉത്തരവാദിത്തത്തോടെയും ചെയ്യുന്നത് മൂലം മറ്റുള്ളവരുടെ സ്നേഹ ബഹുമാനങ്ങൾ നേടിയെടുക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നു. പുതിയ ആശയങ്ങളെ സ്വീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ചോതി നാളുകാർ മറ്റുള്ളവരുടെ ജോലികളെ തടസ്സപ്പെടുത്തുകയില്ല. ഇഷ്ടപ്പെട്ടവർക്ക് എന്ത് സഹായം ചെയ്യുന്നതിനും ദാനശീലരായ ഈ നാളുകാർ മടികാട്ടാറില്ല. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ നന്മയേറിയവരും സത്യസന്ധതയുള്ളവരും നല്ല കുടുംബിനികളുമാണ്. ഇനി ചോതി നാളുകാരുടെ 2024 ഫലങ്ങൾ നോക്കാം. 2023 അപേക്ഷിച്ച് ഈ വർഷം ഇവർക്ക് ഗുണഫലങ്ങൾ ഏറിയിരിക്കും. വർഷാരംഭത്തിൽ 7 വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയാൽ സാമ്പത്തിക രംഗത്ത് ഉണർവുണ്ടാകും. പുതിയ ജോലികളിൽ പ്രവേശിക്കുന്നതിനും നഷ്ടമായ തൊഴിലിൽ തിരികെ പ്രവേശിക്കുന്നതിനും സാധിക്കുന്നതാണ്. തൊഴിൽ രംഗം കൂടുതൽ അനുകൂലമാവുകയും മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ലഭിക്കുന്നതുമാണ്. എന്നാൽ ബിസിനസ് രംഗത്തും വ്യാപാര രംഗത്തും വേണ്ടത്ര പുരോഗതി നേടുവാൻ സാധിക്കാതെ വരും. കുടുംബപരമായുള്ള പ്രശ്നങ്ങളും മറ്റുള്ളവരുമായുള്ള പ്രശ്നങ്ങളും രമ്യതയെത്തിക്കുവാനും അവയ്ക്ക് പരിഹാരം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. ബാങ്ക് ലോണുകൾ പാസ്സാക്കി കിട്ടുന്നതിലൂടെ ഗൃഹനിർമ്മാണം സാധ്യമാകും. ഭാഗികമായി നിർത്തിവെച്ച ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുന്നതിന് 2024 സാധിക്കുന്നതാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഏർപ്പെടുകയും അവയിലൂടെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പൊതുപ്രവർത്തകർക്കും അധ്യാപന രംഗത്ത് ഉള്ളവർക്കും നാനാവിധങ്ങളായ നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. നേർച്ചകളുടെ ഭാഗമായി വിശിഷ്ടങ്ങളായ ദേവാലയങ്ങൾ സന്ദർശിക്കും. പകർച്ചവ്യാധികളും സാംക്രമിക രോഗങ്ങളും പിടിപെട്ടേക്കാം. ചിലവുകൾ വർദ്ധിച്ചു വരുന്നതാണ്. തൊഴിൽ രംഗത്തും മറ്റും ഒട്ടനവധി ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടി വരുന്നതാണ്. സന്താനങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളിൽ സന്തോഷവും അഭിമാനവും ഉണ്ടാകും. വിവാഹ ആലോചനകളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുകയും വിവാഹങ്ങൾ സാധ്യമാകുകയും ചെയ്യും. വിദേശത്തു നിന്നും ധനവരവുണ്ടാകും. ഈ വർഷം ബന്ധുവിയോഗം നേരിടേണ്ടി വരുന്നതാണ്.
അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഈ വർഷമുണ്ടായേക്കാം. വിലപിടിപ്പുള്ള വസ്തുവകകൾ മോഷണം പോയേക്കാം. മറ്റുള്ളവരുടെ വഞ്ചനകളിൽ പെട്ടുപോകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സ്ഥാനമാനങ്ങളും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ലഭിക്കുന്നതാണ്. സാമൂഹിക രംഗത്തും മറ്റും സജീവമായി ഏർപ്പെടും. സ്ത്രീകൾക്ക് തൊഴിൽ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും മറ്റ് പ്രവർത്തന മേഖലകളിലും ഉന്നതിയും പുരോഗതിയും ഉണ്ടാകും. പലപ്പോഴും ഉത്തരവാദിത്തങ്ങളേറിയ ജോലികളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. വർഷാവസാനത്തോടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പലതും നേരിടേണ്ടതായി വരുന്നതാണ്. ദമ്പതികൾ തമ്മിലും കുടുംബത്തിലെ മറ്റംഗങ്ങൾ തമ്മിലും സ്വരച്ചേർച്ചയില്ലായ്മയും വാക്കുതർക്കങ്ങളും ഉണ്ടായേക്കാം. മാനസികമായ ബുദ്ധിമുട്ടുകൾ പിരിമുറുക്കങ്ങളും ഏറിവരും. സന്താനങ്ങൾക്കോ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കോ രോഗമോ തത്സംബന്ധിയായി ആശുപത്രി വാസമോ വേണ്ടി വരുന്നതാണ്. ചോതി നക്ഷത്രക്കാർ സൂര്യൻ, ശനി, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാരത്തിന് വേണ്ട ക്രിയകൾ അനുഷ്ഠിക്കേണ്ടതാണ്. ചോതി, ചതയം, തിരുവാതിര നാളുകളിൽ ഇവർ ക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നതും രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും നക്ഷത്ര ദിവസവും വെള്ളിയാഴ്ചയും ചേർന്ന ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ നടത്തുകയും സർപ്പപ്രീതിക്ക് ആവശ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ശ്രേയസ്കരമായി പറയുന്നു. ചോതിനാളുകാരുടെ ബാല്യകാലം പൊതുവെ ക്ലേശകരമായിരിക്കും. ഏകദേശം 20 വയസ്സിന് ശേഷമാണ് ചോതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്. ചോതി നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളായി പറഞ്ഞിട്ടുള്ള നാളുകാരുമായുള്ള കൊടുക്കൽ വാങ്ങലുകളും സാമ്പത്തിക ഇടപാടുകളും വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങളും കഴിവതും ഒഴിവാക്കി പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്.